പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ഏറ്റവും വലിയ ഒരു ദാനം തന്നെയാണ്. അല്ലെങ്കിൽ കർത്താവിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മളിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന വലിയൊരു ഫലമാണ് സമാധാനം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? ഇന്ന് പല വ്യക്തികളും മറ്റ് വ്യക്തികൾക്ക് സമാധാനം കൊടുക്കേണ്ടതിന് പകരം മറ്റുള്ളവരുടെ സമാധാനവും കൂടി തകർക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് ദൈവത്തിനു മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സഭാമക്കളെ, ഞാൻ മറ്റൊരു വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോൾ, മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സമാധാനം നശിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് പലരും പല മേഖലകളിലേക്കും കടന്നു ചെല്ലുമ്പോൾ ആ കടന്നു ചെല്ലുന്ന മേഖലയിലുള്ള വ്യക്തികൾ സമാധാനമായിട്ട് കഴിയുകയാണെങ്കിൽ അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് പോകുന്ന വ്യക്തികളും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. മറ്റുള്ളവരുടെ സമാധാനം കെടുത്തിയിട്ട് പോകുന്നവരുമുണ്ട്, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരുമുണ്ട്. ഞാൻ ഇതിലേത് മേഖലയിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ മറ്റുള്ളവരുടെ സമാധാനം നശിപ്പിക്കുന്ന വ്യക്തിയാണോ? ഞാൻ മുഖാന്തരം മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കുന്ന വ്യക്തിയാണോ? നമുക്ക് കാണുവാൻ സാധിക്കും 85-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് ഇവിടെ ഒരു വചനം കർത്താവ് ഈശോ പറയുന്നുണ്ട്. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. ദൈവം അരുളി ചെയ്യുന്നത് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമാധാനം കടന്നു വരും എന്ന് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സങ്കീർത്തനത്തിലൂടെ പറയുകയാണ്. തുടർന്ന് പറയണ, ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിയുന്ന ഒരു വ്യക്തിക്കാണ് പ്രിയ സഹോദരങ്ങളെ സന്തോഷം ലഭിക്കുക. അതുകൊണ്ട് ദുഷ്ടന്മാർക്ക് അത് ലഭിക്കത്തില്ല. ദുഷ്ടപ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ലഭിക്കത്തില്ല. കർത്താവിൻ്റെ വചനം കേട്ട് ആ കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ വചനത്തിന് അനുസൃതമായി ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് സമാധാനം ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ദൈവവുമായിട്ട് ആ വ്യക്തിക്ക് യാതൊരു ബന്ധവുമില്ല എന്നതിന് യാതൊരു സംശയവുമില്ല. ദൈവവുമായിട്ടൊരു വ്യക്തിക്ക് ബന്ധമുണ്ടാകണമെങ്കിൽ ആ ബന്ധമുണ്ടാകുന്ന വ്യക്തിയിൽ നിന്ന് ഒഴുകുന്നതാണ് സമാധാനം. അതുകൊണ്ടാണ് സ്നേഹം, ശാന്തി, ആനന്ദം, സമാധാനം, നന്മ, ദയ, ഇതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഓരോ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഫലമാണ് സമാധാനം. ഇന്ന് സമാധാനം നഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. സമാധാനം നഷ്ടപ്പെടുന്ന വ്യക്തികൾ ഭവനം വിട്ടു പോകുന്നു. സമാധാനം നഷ്ടപ്പെടുന്നിട്ട് അവസാനം അവർ മാനസിക രോഗികളായി മാറ്റപ്പെടുന്നു. അതല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്നുകൂടുന്നു. അടിസ്ഥാനപരമായ മേഖല സമാധാനം നഷ്ടപ്പെടുകയാണ്. ഈ സമാധാനം നഷ്ടപ്പെടാതെ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു വ്യക്തി ആ പരിശുദ്ധാത്മാവിലേക്ക് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊടുക്കുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തകൻ ഇപ്രകാരം പറഞ്ഞത്, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനമരുളും. തൻ്റെ ജനത്തിന്, ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം സമാധാനം നൽകും. പക്ഷേ ഈ സമാധാനം നൽകണമെങ്കിൽ ഞാൻ ദൈവത്തെങ്കിലേക്ക് തിരിയണം. ഇത് ഞാൻ ഒരിക്കലും ദൈവത്തെങ്കിലേക്ക് തിരിയാതെ കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്? യെശയ്യായുടെ പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 48-ാം അധ്യായത്തിലേക്കൊക്കെ കടന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദുഷ്ടന്മാർക്ക് അത് ലഭിക്കുകയില്ല എന്നാണ് യെശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നത്.
യെശയ്യായുടെ പുസ്തകത്തിൽ 48-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 22-ാമത്തെ തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. ദുഷ്ടപ്രവൃത്തി ചെയ്തുകൊണ്ട്, ദുഷ്ടപ്രവൃത്തി ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് സമാധാനം കിട്ടത്തില്ല. കാരണം ദുഷ്ടപ്രവൃത്തി ചെയ്യുവാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല. ദുഷ്ടപ്രവൃത്തി ചെയ്യുവാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് പിശാചിൻ്റെ, സാത്താൻ്റെ ആത്മാവാണ്. അപ്പോൾ സാത്താൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവന് സമാധാനം ഉണ്ടാകുക, അവൻ്റെ ജീവിതത്തിൽ അസമാധാനമേ ഉണ്ടാകുകയുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ സമാധാനം ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. കാരണം അവനിങ്ങനെ ദുഷ്ടപ്രവൃത്തി ചെയ്യും. ആ പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവനൊന്ന് സന്തോഷിച്ചെന്നിരിക്കും. അത് കഴിയുമ്പോൾ, അല്പം കഴിയുമ്പോൾ അവൻ്റെ സമാധാനം നഷ്ടപ്പെടും. ഞാൻ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്ന ഒരു ദുഷ്ടനാണോ? മറ്റുള്ളവരുടെ നന്മയിൽ ഞാൻ അസൂയപ്പെട്ടുകൊണ്ട്, അവരെപ്പറ്റി മോശമായി ചിന്തിച്ചുകൊണ്ട്, മോശമായി പറഞ്ഞുകൊണ്ട്, മോശമായി പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ദുഷ്ടപ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. എനിക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ ആ കർത്താവിൻ്റെ അടുത്തേക്ക് ഞാൻ തിരിയണം. കർത്താവിൻ്റെ വചനം ഞാൻ സ്വീകരിക്കണം. ആ കർത്താവിൻ്റെ വചനമനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ, ആ കർത്താവിൻ്റെ വചനം കേൾക്കുകയും സ്വീകരിക്കുകയും അത് പറയുകയുമൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആത്മാവിൻ്റെ ചൈതന്യം ഒഴുകിയെത്തുന്നതും ആത്മാവിൻ്റെ ഫലം ആ വ്യക്തിയിലൂടെ പുറത്തേക്ക് ഒഴുകുന്നതും. പ്രിയ സഹോദരൻ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന സമാധാനം സ്വീകരിച്ചുകൊണ്ട് ഈ സമാധാനം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി മാറാം. ദുഷ്ടപ്രവൃത്തികളിൽ നിന്ന് നമുക്ക് മുഖം ധരിക്കാം. സൽപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളായി നമുക്ക് ഓരോരുത്തർക്കും മാറ്റപ്പെടാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, ദുഷ്ടന്മാർക്കൊരിക്കലും സമാധാനം ലഭിക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ അന്വേഷിക്കുന്നവർക്കും അങ്ങയുടെ വചനം സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണല്ലോ സമാധാനം ലഭിക്കുക. കർത്താവെ, അങ്ങേ അന്വേഷിച്ച് സമാധാനം സ്വന്തമാക്കി മറ്റുള്ളവർക്ക് സമാധാനം പങ്കുവെച്ച് അങ്ങയുടെ ഫലം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.